കൊല്ലം സുധി രേണുവിനെ കെട്ടുന്നത് മൂന്നാമത്തെ ആളായിട്ടാണ്. രേണുസുധിക്കെതിരെയും അന്തരിച്ച നടൻ കൊല്ലം സുധിക്കെതിരെയും മുൻഭാര്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊല്ലം സുധിയുടെ ആദ്യ വിവാഹ ബന്ധം തകർന്ന ശേഷം തന്നെയാണ് രണ്ടാമത് വിവാഹം ചെയ്തതെന്നും ഈ ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ വാദിക്കുന്നുണ്ട്. താൻ സുധി വിവാഹം ചെയ്യാതെ കൊണ്ടു നടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ തുറന്നു പറച്ചിൽ നടത്തുന്നതെന്ന് പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഈ സ്ത്രീ പറയുകയാണ്. റീൽ ആൻഡ് റിയൽ മീഡിയ വർക്ക്സ് എന്ന യൂട്യൂബ് ചാനലാണ് ഫോൺ കോളിലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്തി. 2013 കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത്. ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. ബോറായി സംസാരിക്കുന്നവരായിരുന്നു. ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു, നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത്. അന്ന് പുള്ളിക്ക് ഒരു മകനുമുണ്ട്. അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത്. ഇവൾ കൊച്ചാണ്, എന്തിനാണ് ജീവിതം തൊലിക്കുന്നതെന്ന് ആ ഫാമിലിയുള്ളവർ തന്നെ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാണ്. കൊല്ലം സുധിയുടെ ആദ്യവാര ശാലിനിയായും ഞാനും തമ്മിൽ നല്ല കമ്പനിയായിരുന്നു, വിളിക്കാറുമുണ്ടായിരുന്നു. സുധിച്ചേട്ടനും രേണുവും ചാനലിൽ പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമാണ്. സുധിച്ചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല. അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല. ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും. അന്ന് ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബില്ല് കാണുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ തവണ സുധിയുമായി വഴക്കുണ്ടാക്കിയത്. ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശെന്തിനാണ് അവൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു. നീ എപ്പിസോഡുകളെല്ലാം കാണുന്നില്ലേ, എന്നെ നാണം കടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അവൾക്ക് 3-4 വയസ്സുള്ള മോനുമുണ്ട്. പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നീ മോനെ നോക്കി ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ കാണുമെന്നും പറഞ്ഞു. അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും, അപ്പോൾ നീ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ വെക്കുന്നത്. അടുത്ത മാസം എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ച വിവരം അറിയുന്നത്. ഇതൊക്കെയാണ് ആ ഒരു സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നത്.